കരൂരിൽ വൻ ദുരന്തം, വൻ അപകടം സംഭവിച്ചിരിക്കുന്നു. കരൂരിൽ മരണസംഖ്യ ഉയരുകയാണ്, നടുങ്ങിയിരിക്കുകയാണ് തമിഴ്നാട്. വിജയുടെ റാലിയിൽ മരണസംഖ്യ ഓരോ നിമിഷവും ഉയരുകയാണ്. ഇത്ര വലിയ ദുരന്തം സംഭവിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. ആളുകളുടെ വലിയ ബാഹുല്യമുണ്ടായിരുന്നു. തുടർന്ന് കുഴഞ്ഞു വീണ ആളുകൾ അവർ പരിഭ്രാന്തരായി, പലരും അവരെ ചവിട്ടി പരിക്കേൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. തുടർന്ന് മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഏറെയാണ്. ഇതുവരെ ലഭിക്കുന്ന വിവരമനുസരിച്ച് 16-ന് മുകളിൽ സ്ത്രീകൾ മരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കുട്ടികളുടെ എണ്ണം 6 കവിഞ്ഞു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെ വലുതോതിലുള്ള മരണസംഖ്യ ഉയരുന്ന സാഹചര്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. വിജയിയുടെ റാലിയിലാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. മനു ഭരതും വി വിനോദും നമ്മോടൊപ്പം ചേരുകയാണ്. മനു, എന്താണ് സംഭവിച്ചത്? ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്ത്, ഇപ്പോൾ ഇവിടെ നടന്ന അപകടത്തെ സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണ ചിത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 12 മണിക്ക് നടക്കേണ്ട ഒരു പരിപാടി കരൂരിലാണ് നടക്കേണ്ടിയിരുന്നത്. അവിടെ 12 മണിക്ക് വേലുച്ചാമിപുരത്ത് നടക്കേണ്ട ഒരു പരിപാടിയാണ് വൈകുന്നേരം 7 മണിക്ക് ശേഷം തുടങ്ങാൻ കഴിയുന്നത്. 7:45 കൂടി ആണ് പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ വലിയ ആൾക്കൂട്ടം അവിടെ തടിച്ചുകൂടുന്നു. നടൻ വിജയ് അവിടെ ഒരു വേദിയിലെത്തുന്നു. ആ വേദിയിലേക്ക് ജനങ്ങളുമായുള്ള നടുവിൽ ഒരു ഗ്യാപ്പ് കൊടുക്കുകയോ ഒരു ബഫർ സോൺ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ ആളുകൾക്ക് ഈ വേദിക്ക് അടുത്തേക്ക് വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. ഫോട്ടോ എടുക്കാനും മൊബൈലുമായും ദൃശ്യങ്ങൾ എടുക്കാനും ഒക്കെയായി വരുന്നു. അതോടൊപ്പം തന്നെ അവിടെ ആളുകൾ കുഴഞ്ഞു വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കുട്ടികൾ കുടുംബാംഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു. അവരെ സഹായിക്കാനായി സന്നദ്ധ പ്രവർത്തകർക്ക് തികയാത്തൊരു സാഹചര്യം വരുന്നു. പോലീസിന് ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. ആളുകൾ തുരുതുരെ കുഴഞ്ഞു വീഴാൻ തുടങ്ങി. പലർക്കും ഫ്രാക്ചറുകൾ ഉണ്ടായി. ഈ വളരെ തിരക്കേറിയ ഒരു സ്ഥലത്താണ്, അതായത് 10,000 പേരെ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്താണ് ഏതാണ്ട് 60,000-ഓളം ആളുകൾ എത്തിച്ചേർന്നത്. അതോടുകൂടി അവിടുത്തെ ഈ കരൂർ വെസ്റ്റിലെ TVK പ്രസിഡന്റ് പറയുന്നത് ഏതാണ്ട് 10,000 പേരെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 60,000 പേര് എത്തി. ട്രാക്ടറിലും ബസ്സിലും നടന്നുമൊക്കെ ആളുകൾ അങ്ങോട്ടേക്ക് വരികയും ചെയ്തു. സ്വാഭാവികമായും അത് നിയന്ത്രിക്കാൻ കഴിയാത്തതായി പോലീസ് നേരത്തെ കൃത്യമായ നിർദ്ദേശങ്ങൾ വിജയുടെ ഈ പരിപാടിയുടെ സംഘാടകർക്ക് നൽകിയിരുന്നു. അത് ഗതാഗത തടസ്സമുണ്ടാക്കാതെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനൊക്കെയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നെങ്കിലും അതൊന്നും നടപ്പിലായില്ല. നേരത്തെ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊക്കെ ജനങ്ങൾ തൻ്റെ അടുത്തേക്ക് വരുന്നത് തടയാനാണ് DMK ശ്രമിക്കുന്നത് എന്ന ആരോപണം വിജയ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ പ്രദേശം മുഴുവൻ. ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് വിജയ് ചെന്നൈയിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിജയിയുടെ ഭാഗത്തുള്ള പ്രതികരണം ഏറ്റവും പ്രധാനമാണ്. കാരണം ഇത്ര വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. വിജയ് കാരണം ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നു. വിജയെ കാണാൻ കാത്തിരുന്ന ആളുകളുമായി ബന്ധപ്പെട്ട ദുരന്തം ഉണ്ടായിരിക്കുന്നത്. സർക്കാരിനെ കുറ്റപ്പെടുത്താം, പോലീസ് സംവിധാനത്തെ കുറ്റപ്പെടുത്താം, പക്ഷേ അപ്പോഴും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല വിജയ്ക്ക്. അതാണ് വിശദമായ അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെടുന്നു. ഹൃദയഭേദകം എന്ന് രജനീകാന്ത് പറയുന്നു. അതേപോലെ പ്രധാനമന്ത്രി ദുഃഖം പ്രകടിപ്പിക്കുന്നു. അമിത്ഷാ വേദന അറിയിക്കുന്നു. തമിഴ്നാട് ഗവർണർ ഞെട്ടി താൻ എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം നിരവധി ആളുകൾ ആകെ ഇത് സംബന്ധിച്ച ഇതിപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇപ്പോൾ അവരുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് കരൂരിൽ ഉണ്ടായത് എന്ന് പറയുന്നു. താൻ അങ്ങേയറ്റത്തെ അനുശോചനം അറിയിക്കുന്നു, കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ TVK തമിഴക വ്യക്തിക്കഴകം പറയുന്നത് അവിടുത്തെ വെസ്റ്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറി പറയുന്നത് 10,000 പേർക്ക് കരുതിയിരുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് ഈ 60,000-ഓളം ആളുകൾ വന്നതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ മിസ്മാനേജ്മെൻറ്റിൻ്റെ ഒരു അങ്ങേ തലയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതോടൊപ്പം വിനോദ്, ഇത് രാഷ്ട്രീയ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുകയാണ്. മനു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വരുന്നത് DMKയും അതോടൊപ്പം തന്നെ കോൺഗ്രസും അതിൻ്റെ പ്രാദേശിക നേതൃത്വം വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഏറ്റവും ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം തന്നെ. ഈ അപകടം കഴിഞ്ഞു, അതിൻ്റെ ഒരു ദാരുണമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ രാഷ്ട്രീയം കൂടി വരികയാണ്. വിജയെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യത്തിലേക്ക് DMKയും കോൺഗ്രസും പോവുകയാണ്. നാളെ ഞായറാഴ്ചയാണ്. ഒരുപക്ഷെ ഈ ചെന്നൈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നതടക്കം തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു കാര്യമായി മാറുന്നു.
തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ളവർ ഇതിൽ അനുശോചിച്ചിരിക്കുന്നു. അണ്ണാമലയുടെ ട്വീറ്റ് വന്നിരിക്കുന്നു. ഇതിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. വിജയ് ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഒരു മറുപടിയും നൽകാതെ ഈ സ്ഥലത്ത് നിന്ന്, കരൂരിൽ നിന്ന് വിജയ് ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ക്യാബിനറ്റ് ചേരുകയാണ്. തമിഴ്നാട് ക്യാബിനറ്റ് ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ADGPയോട് കരൂരിലേക്ക് പോകാൻ നേരത്തെ തന്നെ സ്റ്റാലിൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. രാവിലെ 7:30 മണിയോടുകൂടി സ്റ്റാലിൻ ഇവിടെ എത്തുമെന്നാണ് സെന്തിൽ ബാലാജി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആശുപത്രിയിലെ കാര്യങ്ങൾ ആദ്യം പരിക്കേറ്റവർ, മരണപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക, കൃത്യമായ ചികിത്സ നൽകുക, അത് പ്രാഥമികമായി ഒരു സർക്കാർ നൽകേണ്ട കാര്യമാണ്. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സേലത്ത് നിന്നും, ഡിണ്ടിഗൽ നിന്നും, നാമക്കലിൽ നിന്നും കൂടുതൽ മെഡിക്കൽ സംഘങ്ങളെ കരൂരിലേക്ക് എത്താൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. കരൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ടവർക്ക് ചികിത്സ നൽകുന്നുണ്ട്. ഡിണ്ടിഗലിലെയും അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിലെയും കളക്ടർമാരോട് കരൂരിലേക്ക് എത്തണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ക്യാബിനറ്റിൽ പങ്കെടുക്കുകയാണ്. അതിനുശേഷം DMKയുടെ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. TVKയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു പ്രതികരണം നൽകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പക്ഷേ നമുക്ക് ചില വിവരങ്ങൾ വരുന്നത് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് TVK നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പോലീസ് ഇതിൽ വീഴ്ച വരുത്തി, അതുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്ന ഒരു സ്റ്റാൻഡിൽ TVK എത്തുകയാണ്. അതായത് വരും മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ ഇത് DMK TVK പോരാട്ടമാകുമ്പോൾ ആരുടെ ഭാഗത്ത് ഈ വീഴ്ചയുണ്ടായി? തുടക്കം മുതൽ തന്നെ TVKയുടെ യാത്രയെ അലങ്കോലപ്പെടുത്താൻ ഗൂഢാലോചന നടന്നു. അതിൻ്റെ ഭാഗമായി സ്റ്റാലിൻ്റെ നിർദ്ദേശങ്ങൾ പോലീസും DMK പ്രവർത്തകരും കേട്ടു. അങ്ങനെ TVKയുടെ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമുണ്ടായി എന്ന ഗുരുതരമായ ആരോപണം നേരത്തെ ഉന്നയിച്ചത്. അത് ഒന്നുകൂടി TVK നേതൃത്വം ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായിരുന്നാലും ഈ വിജയുടെ കാര്യത്തിൽ അറസ്റ്റ് വേണമെന്ന നിലയിലേക്ക് കോൺഗ്രസും DMKയും എത്തിയിരിക്കുന്നു. അതിൽ DMK സർക്കാർ, തമിഴ്നാട് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്, അതായത് രൂപീകരിച്ച ദൃശ്യങ്ങളിലേക്ക് வந்து 5000 பேர்த்த 5 லட்சம் பேர்த்த உட்கார வச்சாங்க. ஒரு கொடியை பிடிங்கி போட்டாங்க, ஒரு கட்டவுட்டை பிடிங்கி போட்டாங்க. ஒரு மனசாட்சி இல்ல. கரண்ட் ஆஃப், இது கரண்ட் ஆஃப் பண்ணிருங்க. போன வாரத்துக்கு வர லைட் இருந்தது, மழை பெஞ்சது, அப்பெல்லாம் கரண்ட் ஆஃப் ஆகல. இப்ப கரண்ட் ஆஃப், இது கொடிக்கம்பத்தை பிடிங்கி போடுறது, கட்டவுட்டை பிடிங்கி போடுறது. விஜய் அப்படி என்ன கொடுமை பண்ணா? விஜய் அப்படி என்ன கொடுமை பண்ணா? ஊர மழை பெய்யணும், உத்தார உறவார எல்லாம் நல்லபடியா இருக்கணும். பொண்டாட்டி பிள்ளையோட சந்தோஷமா இருக்கணும். பேரை கெடுக்குறீங்க, இதுக்கு அவரை பேரை கெடுத்து இப்படி வந்து குடிசவர் பண்றீங்க. அவரும் ஒரு மனுஷன் தானே, அவரும் அரசியல் குரல் தானே. நீங்களே வந்து ஆட்சி ஆளணுமா? நீங்க 2 கட்சிக்காரனும் ஆட்சி ஆளணுமா? ஏன்னா ஏன் இருந்தாலும் கொண்டானே இவனுக்கு 2 கட்சிக்காரனுக்கு தான் எனக்கு பொறுப்பு. சரியா? அன்னைக்கு வந்து செந்தில் பாலாஜிக்கோசரம் போனேன். டெல்லி, பம்பாய், திருநங்கையே கேட்டாங்க.